ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡെഡ് ലോക്കിലെ നെക്സ്റ്റ് ടോപ്പിക്ക് ഡെഡ് ലോക്ക് അവോയ്ഡൻസിലോട്ടാണ് പോകുന്നത്. സോ ഓൺ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാഡ് ഡിസ്കസ്ഡ് അബൌട്ട് ഡെഡ് ലോക്ക് പ്രിവെൻഷൻ. സോ ഡെഡ് ലോക്ക് പ്രിവെൻഷന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് നമ്മൾ നോക്കി. അതായത് 4 നെസസറി കണ്ടീഷൻസിൽ അയവ് വരുത്തിയാണ് നമ്മൾ ഡെഡ് ലോക്ക് പ്രിവെൻഷൻ നടത്തുന്നത്. ഇനി വാട്ട് ഈസ് ഡെഡ് ലോക്ക് അവോയ്ഡൻസ്? ഡെഡ് ലോക്ക് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന് അതിന് മുൻകൂട്ടി ഏതൊക്കെ പ്രോസസ്സുണ്ട്, ഏതൊക്കെ പ്രോസസ്സുകൾക്ക് ഏതൊക്കെ റിസോഴ്സുകളാണ് ആവശ്യമായിട്ട് വരിക എന്നുള്ള പ്രയർ ഈ ഒരു ഇൻഫർമേഷൻ നമ്മുടെ സിസ്റ്റത്തിന് വേണം. എന്ത് ചെയ്യാൻ? ഡെഡ് ലോക്ക് അവോയ്ഡൻസ് മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്ക് ഡെഡ് ലോക്ക് അവോയ്ഡൻസ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പോൾ അതിനെന്താ പ്രയറായിട്ട് വേണ്ടത്? പ്രയറായിട്ട് പ്രോസസ്സുകളുടെ ഇൻഫർമേഷനാണ് വേണ്ടത്. വിച്ച് ഓൾ പ്രോസസ്സസ് വിൽ ബി റിക്വസ്റ്റിംഗ് വിച്ച് ഓൾ റിസോഴ്സ് ടൈപ്സ് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് നമ്മുടെ സിസ്റ്റത്തിന് വേണ്ടത്. ഓക്കെ, സോ ഇവിടെ എന്താണ് പ്രോട്ടോക്കോൾ എന്ന് വെച്ചാൽ ഈച്ച് പ്രോസസ് ഡിക്ലയേഴ്സ് ദ മാക്സിമം നമ്പർ ഓഫ് റിസോഴ്സസ് ഓഫ് ഈച്ച് ടൈപ്പ് ദാറ്റ് ഇറ്റ് മേ നീഡ്. ഓക്കെ, അപ്പോൾ ഇനിഷ്യലി തന്നെ നമ്മുടെ എല്ലാ പ്രോസസ്സുകളും നമ്മുടെ സിസ്റ്റത്തിൽ ഏതൊക്കെ പ്രോസസ്സുകളുണ്ടോ ആ പ്രോസസ്സുകളെല്ലാം അതിന് ആവശ്യമായിട്ട് വരുന്ന റിസോഴ്സുകൾ എന്തൊക്കെയാണെന്ന് ആദ്യമേ ഡിക്ലെയർ ചെയ്യുന്നു. That is the main protocol that we are using for deadlock avoidance. Okay, so the deadlock avoidance algorithm dynamically examines the resource allocation state. റിസോഴ്സ് അലോക്കേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, ഏതൊക്കെ പ്രോസസ്സുകളാണുള്ളത്, അതിന് ഏതൊക്കെ റിസോഴ്സുകളാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ റിസോഴ്സുകളാണ് ഇനി അത് റിക്വസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അതായത് ആവശ്യമായിട്ടുള്ളത്, മാക്സിമം എത്ര റിസോഴ്സുകളാണ് ഓരോ പ്രോസസ്സിന് വേണ്ടത്. ഓക്കെ, അത്രയും ഇൻഫർമേഷനാണ് നമ്മൾ റിസോഴ്സ് അലോക്കേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. സോ ദ ഡെഡ് ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം ഡൈനാമിക്കലി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി എക്സാമിൻസ് ദ റിസോഴ്സ് അലോക്കേഷൻ സ്റ്റേറ്റ് ആൻഡ് ഡിസൈഡ് ഫോർ ഈച്ച് റിക്വസ്റ്റ് വെദർ ഓർ നോട്ട് ദ പ്രോസസ് ഷുഡ് വെയിറ്റ് ഇൻ ഓർഡർ ടു അവോയ്ഡ് എ പോസിബിൾ ഫ്യൂച്ചർ ഡെഡ് ലോക്ക്. സോ നമ്മുടെ ഡെഡ് ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ സെക്കൻഡിലും നമ്മുടെ റിസോഴ്സ് അലോക്കേഷൻ സ്റ്റേറ്റ് കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് നിയർ ഡെഡ് ലോക്ക് കണ്ടീഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാക്കുമോ എന്ന് കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഡെഡ് ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം ചെയ്യുന്നത്. സോ ഒരു ഫ്യൂച്ചർ ഡെഡ് ലോക്കിലേക്ക് നമ്മുടെ സിസ്റ്റം പോകുമോ ഇല്ലയോ എന്നാണ് ഈ അൽഗോരിതം ചെക്ക് ചെയ്യുന്നത്. സോ അവിടെ എന്താണ്, അങ്ങനെ ഒരു ഫ്യൂച്ചർ ഡെഡ് ലോക്ക് ഉണ്ടാകുന്നു എന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ഒരു സർക്കുലാർ വെയിറ്റ് അവിടെ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണിത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർക്കുലാർ വെയിറ്റ് വന്നാൽ അതിവിടെ ഒരു ഡെഡ് ലോക്ക് ആവും അല്ലേ. സോ സർക്കുലാർ വെയിറ്റ് വരുന്നില്ല എന്നാണ് അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ റിസോഴ്സ് അലോക്കേഷൻ സ്റ്റേറ്റ് എന്താണ്? ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് അവൈലബിൾ ആൻഡ് അലോക്കേറ്റഡ് റിസോഴ്സ് ആൻഡ് ദ മാക്സിമം ഡിമാൻഡ്സ് ഓഫ് ദ പ്രോസസ്. സോ number of available resources, number of allocated resources and maximum demands of each processes. Okay, so അതാണ് resource allocation state. Okay, so ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് സേഫ് സ്റ്റേറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സേഫ് സ്റ്റേറ്റ്. സേഫ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ വെൻ എ പ്രോസസ് റിക്വസ്റ്റ് ആൻഡ് അവൈലബിൾ റിസോഴ്സ് ദ സിസ്റ്റം മസ്റ്റ് ഡിസൈഡ് ഇഫ് ഇമ്മീഡിയറ്റ് അലോക്കേഷൻ ലീവ്സ് ദ സിസ്റ്റം ഇൻ എ സേഫ് സ്റ്റേറ്റ്. സോ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു പ്രോസസ്സ് ഒരു റിക്വസ്റ്റ് ഒരു അവൈലബിൾ റിസോഴ്സിന് വേണ്ടി ഒരു റിക്വസ്റ്റ് അയക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റായിട്ട് നമ്മുടെ അതിലുള്ള ഡെഡ് ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം എന്താണ് ചെക്ക് ചെയ്യുന്നതെന്ന് അറിയാമോ? അങ്ങനെ ഒരു അലോക്കേഷൻ ആ റിസോഴ്സിനെ നമ്മൾ ഈ പ്രോസസ്സിന് വേണ്ടി അലോക്കേറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ സിസ്റ്റം സേഫ് സ്റ്റേറ്റിലോട്ട് പോകുമോ അൺസേഫ് സ്റ്റേറ്റിലേക്ക് പോകുമോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. സോ സേഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എ സിസ്റ്റം ഈസ് സെഡ് ടു ബി ഇൻ സേഫ് സ്റ്റേറ്റ് ഓൺലി ഇഫ് ദെയർ എക്സിസ്റ്റ് എ സേഫ് സീക്വൻസ്. ഓക്കെ, ദെയർ എക്സിസ്റ്റ് എ സേഫ് സീക്വൻസ്. ഇനി എന്താണ് സേഫ് സീക്വൻസ് എന്ന് പറഞ്ഞുതരാം. സേഫ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സുകളുടെ ഒരു സീക്വൻസിനെയാണ് നമ്മൾ സേഫ് സീക്വൻസ് എന്ന് പറയുന്നത്. സോ P1 P2 എക്സെട്ര PN ആണ് സീക്വൻസ് എന്ന് കരുതുക. അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇഫ്
അത് ഈ സീക്വൻസ് ഒരു സേഫ് സീക്വൻസ് ആണെങ്കിൽ ഇഫ് ഫോർ ഈച്ച് PI the resources that PI can still request can be satisfied by currently available resources plus resources held by all the PJ. ഓക്കെ, അതായത് നമ്മുടെ ഒരു പ്രോസസ്സിന് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ, ഓക്കെ, നമ്മുടെ ഈ സീക്വൻസിലെ ഏതൊരു പ്രോസസ്സിന് റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, ഈ ഒരു സേഫ് സീക്വൻസിൽ വരണമെങ്കിൽ ആ പ്രോസസ്സ് എങ്ങനെയായിരിക്കണം? ഇറ്റ്സ് എ റിക്വസ്റ്റ് ക്യാൻ ബി സാറ്റിസ്ഫൈഡ് ബൈ കറൻ്റ്ലി അവൈലബിൾ എത്ര റിസോഴ്സുകളാണുള്ളത്. ഓക്കെ, ഇപ്പോൾ എല്ലാ പ്രോസസ്സുകൾക്കും കൊടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് റിസോഴ്സുകളായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ദാറ്റ് മച്ച് റിസോഴ്സസ് പ്ലസ് റിസോഴ്സസ് ഹെൽഡ് ബൈ ഓൾ PJ, എല്ലാ പ്രോസസ്സുകളും കൂടെ വെച്ചിരിക്കുന്ന റിസോഴ്സുകൾ എത്രയുണ്ട്? ഓക്കെ, അത് എന്ന് പറയുന്നത് നമ്മുടെ പ്രോസസ്സിൻ്റെ റിക്വസ്റ്റിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതായത് അതിൻ്റെ നീഡിനനുസരിച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. ഓക്കെ, എങ്കിൽ ആ പ്രോസസ്സ് സേഫ് സീക്വൻസിലാണെന്ന് പറയാം. അതായത് ഞാനൊരു എക്സാമ്പിൾ പിന്നെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. So that is, if the resource needs of PI are immediately not available, then PI can wait until all PJ have finished. അപ്പോൾ അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ നമ്മളുടെ എന്താണ് PI ചെയ്യേണ്ടത്? ഇറ്റ് ഹാസ് ടു വെയിറ്റ് അണ്ടിൽ ഓൾ PJ ഹാവ് ഫിനിഷ്ഡ്. ഇപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് റിക്വസ്റ്റ് ചെയ്യുമ്പം സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് വയ്ക്കുക. സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ PI വെയിറ്റിംഗ് സ്റ്റേജിലേക്ക് പോകും. എപ്പോഴും PJ ഫുള്ള് ഫിനിഷ് ആകുന്ന, ബാക്കിയുള്ള പ്രോസസ്സുകൾ എല്ലാം ഫിനിഷ് ആകുന്നത് വരെ അത് വെയിറ്റ് ചെയ്യും. വെൻ PJ ഈസ് ഫിനിഷ്ഡ്, ഇനി PJ ഫിനിഷ് ചെയ്താൽ എന്താ ചെയ്യുന്നത്? PJ ഫിനിഷ് ചെയ്ത് റിസോഴ്സിനെ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും PIക്ക് ആ റിസോഴ്സുകൾ കിട്ടും. PI can obtain needed resources, execute, return allocated resources and terminate. ഓക്കെ, സോ അപ്പോൾ PIക്ക് കിട്ടും. PI അതിനെ റിസോഴ്സുകളുടെ എടുക്കും, എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ഏത് പ്രോസസ്സായാലും അതിനെ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റിലീസ്. ഓക്കെ, റിട്ടേൺ ചെയ്യും, ദെൻ ടെർമിനേറ്റ് ചെയ്യും. ഇനി വെൻ PI ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആൾക്കാർക്കും PI+1 ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ ഉപയോഗിക്കാൻ പറ്റും. അതാണ് സേഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. സോ സേഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സേഫ് സീക്വൻസ് where PI can still can be satisfied by currently available resources plus resources held by all the PJ. അത് ആ കണ്ടീഷൻ നിങ്ങൾ നല്ലതുപോലെ പഠിച്ചിരിക്കാം. ഓക്കെ, ഇനി സേഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം സേഫ് സ്റ്റേറ്റിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എപ്പോഴും അവിടെ ഡെഡ് ലോക്ക് ഉണ്ടായിരിക്കില്ല. സോ ഇഫ് എ സിസ്റ്റം ഈസ് ഇൻ എ സേഫ് സ്റ്റേറ്റ് ദർ വിൽ നോട്ട് ബി എനി ഡെഡ് ലോക്സ്. പക്ഷേ ഡെഡ് ലോക്ക് സ്റ്റേറ്റ് ഈസ് ആൻ അൺസേഫ് സ്റ്റേറ്റ്, ബട്ട് നോട്ട് ഓൾ അൺസേഫ് സ്റ്റേറ്റ്സ് ആർ ഡെഡ് ലോക്സ്. ഈ പിക്ചർ നോക്കൂ, ഇതിൽ ആ ഗ്രേ കളർ ഡൗണിൽ തന്നിരിക്കുന്ന എല്ലാം സേഫ് സ്റ്റേറ്റ് ആണ്. സേഫ് സ്റ്റേറ്റ് ആണെങ്കിൽ ഒരിക്കലും ഒരു ഡെഡ് ലോക്ക് വരത്തില്ല. ഇനി അൺസേഫ് സ്റ്റേറ്റ് ആണെങ്കിൽ കുറച്ച് ഭാഗം മാത്രമാണ് ഡെഡ് ലോക്കിലേക്ക് പോകുന്നത്. എല്ലാ അൺസേഫ് സ്റ്റേറ്റും ഡെഡ് ലോക്ക് കണ്ടീഷനാണെന്ന് പറയത്തില്ല. ഓക്കെ, പക്ഷേ അൺസേഫ് സ്റ്റേറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അൺസേഫ് സ്റ്റേറ്റ് മേ ഇവഞ്ച്വലി ലീഡ് ടു ഡെഡ് ലോക്ക്. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ അൺസേഫ് സ്റ്റേറ്റിൽ കണ്ടിന്യൂസ് നമ്മുടെ സിസ്റ്റം നിൽക്കുകയാണെങ്കിൽ ഇറ്റ് മേ ഇവഞ്ച്വലി ലീഡ് ടു ഡെഡ് ലോക്ക്. ഓക്കെ, ഡെഡ് ലോക്കിൻ്റെ പോസിബിലിറ്റി അവിടെ ഉണ്ട്. ഓക്കെ, ഇനി അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഡ് ലോക്ക് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ to ensure that a system will never enter an unsafe state. നമ്മുടെ അവോയ്ഡൻസ് നമ്മൾ ചെയ്യുന്നത് വഴി എന്താണ്, ഡെഡ് ലോക്ക് അവോയ്ഡൻസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമ്മുടെ സിസ്റ്റം അൺസേഫ് സ്റ്റേറ്റിലേക്ക് പോകാതെയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ ഡെഡ് ലോക്ക് അവോയ്ഡൻസ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. സോ വെനെവർ വി ഇംപ്ലിമെൻറ്റ് എ ഡെഡ് ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം, ദാറ്റ് സിസ്റ്റം വിൽ നോട്ട് ഇമ്പോസ് എനി അൺസേഫ് സ്റ്റേറ്റ് ദാറ്റ് ഷുഡ് ഒക്കർ. ഓക്കെ, ആൻഡ് അൺസേഫ് സ്റ്റേറ്റ് ഒക്കർ ചെയ്യാതെ ഇരിക്കാനായിട്ടായിരിക്കും നമ്മൾ ഡെഡ് ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതം ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇവിടെ എന്ന് വെച്ചാൽ
നമുക്ക് 12 റിസോഴ്സസാണ് അവൈലബിൾ. ഒരേ ടൈപ്പിലുള്ള റിസോഴ്സാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ മാഗ്നറ്റിക് ടേപ്പ് ഡ്രൈവ്സ് ആണെന്ന് വിചാരിക്കുക. നമുക്ക് 12 മാഗ്നറ്റിക് ടേപ്പ് ഡ്രൈവ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 3 പ്രോസസ്സുകളും ഉണ്ട്. അപ്പോൾ ഈ 3 പ്രോസസ്സുകളിൽ P0 പ്രോസസ്സിന് 10 മാഗ്നറ്റിക് ടേപ്പ് ഡ്രൈവ്സ് വേണം, P1ന് 4 മാഗ്നറ്റിക് ടേപ്പ് ഡ്രൈവ്സ് വേണം, P2ന് 9 മാഗ്നറ്റിക് ടേപ്പ് ഡ്രൈവ്സ് വേണം. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി T0 എന്ന് പറയുന്ന ടൈമിൽ T0th സെക്കൻഡിൽ നമ്മുടെ P0 5 മാഗ്നറ്റിക് ടേപ്പ് ഡ്രൈവ്സിനെയാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. P1 എന്ന് പറയുന്നത് 2 ടേപ്പ് ഡ്രൈവ്സിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. P2വും 2 ടേപ്പ് ഡ്രൈവ്സിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഈ പർട്ടിക്കുലർ സ്റ്റേറ്റ്, അതായത് 3 പ്രോസസ്സുകൾക്കും 5, 2, 2 എന്നുള്ള സ്റ്റേറ്റ് സേഫാണ്. ഓക്കെ, നോ പ്രോബ്ലം. ഇനി നെക്സ്റ്റ് സെക്കൻഡിൽ, അതായത് T1th സെക്കൻഡിൽ നമ്മൾ ഏത് പ്രോസസ്സിനെ ചൂസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഇവിടെ സേഫ് സ്റ്റേറ്റിലോട്ട് പോകുക. അത് T1th സെക്കൻഡിൽ സേഫ് സ്റ്റേറ്റ് ആകുമോ സേഫ് സ്റ്റേറ്റ് ആകില്ലേ എന്നാണ് നമ്മൾ തീരുമാനിക്കാനുള്ളത്. അതായത് T1th സെക്കൻഡിൽ നമ്മൾ സേഫായിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതായത് സേഫ് സ്റ്റേറ്റ് ഉണ്ടാക്കിയെടുക്കണം മീൻസ് സേഫ് സീക്വൻസ് ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, സേഫ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സുകളുടെ സീക്വൻസ് കറക്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതായത് സേഫായിട്ടുള്ള രീതിയിലുള്ളൊരു സീക്വൻസ് ഉണ്ടാക്കിയെടുക്കണം. ഞാനിപ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾ വിചാരിക്കൂ, ഇപ്പോൾ T0th സെക്കൻഡിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. T1th സെക്കൻഡിൽ നമ്മൾ P1 ആണ് റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. P1 ഓക്കെ, P1 ആണ്. ഓക്കെ, P1ൽ ഇപ്പോൾ ഇനി എത്ര മാക്സിമം നീഡ് 4 ആണ്. ഇപ്പോൾ അതിനുള്ളത് 2 ആണ്. ഇപ്പം എല്ലാ പ്രോസസ്സുകളും കൂടെ ഉപയോഗിച്ചിരിക്കുന്നത് 5ഉം 2ഉം 2 9 റിസോഴ്സുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാക്സിമം നമുക്ക് 12 ആണുള്ളത്. സോ റിമൈനിങ് എത്രയേ ഇനി ഉള്ളൂ? 3 ആണ് ഇപ്പോഴത്തെ റിമൈനിങ് റിസോഴ്സസ് അവൈലബിൾ. സോ P1ന് ആണെങ്കിൽ ഇനി 2 കൂടെ മതിയാകും. P0യ്ക്കാണെങ്കിൽ ഇനി എത്രയും കൂടെ വേണം? ഇനി 5 കൂടെ വേണം. P2നാണെങ്കിൽ ഇനി എത്ര കൂടെ വേണം? 7 കൂടെ വേണം. ഓക്കെ, 7 കൂടെ വേണം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആരെ ആയിരിക്കും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത്? P1നെ ആയിരിക്കും അല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ ഓരോ റിസോഴ്സുകളായിട്ട് P0യ്ക്കും P2നും കൊടുക്കേണ്ടി വരും. അത് പിന്നെ അൺസേഫ് സ്റ്റേറ്റിലോട്ടാണ് ലീഡ് ചെയ്യുന്നത്. അത് ഞാൻ ഈ P1 വെച്ച് ഞാനിപ്പം പറയാം. നിങ്ങൾ P0യ്ക്കും P2നും 1 റിസോഴ്സ് വെച്ച് കൊടുത്ത രീതിയിൽ നിങ്ങളൊന്ന് പിന്നെ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അത് അൺസേഫ് സ്റ്റേറ്റിലോട്ട് പോകുന്നത്. ഞാനിപ്പം P1ന് ആദ്യം കൊടുക്കുകയാണ്. സോ അപ്പോൾ എങ്ങനെയായി? 2 ആണിപ്പോൾ ഉള്ളത്. ഇനി 2 കൂടെ മതിയാകും. അപ്പം 2 കൂടെ നമ്മൾ P1ന് കൊടുക്കുന്നു. അപ്പോൾ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ ഇനി എത്ര റിസോഴ്സ് അവൈലബിൾ ആയിരിക്കും എന്ന് നോക്കൂ. 2 to 4 ഫുൾ റിലീസായി. 4 ഫുൾ റിലീസായി. നമ്മൾ നേരത്തെ എടുക്കാത്ത ഒരു റിസോഴ്സ് കൂടെ ഉണ്ടായിരുന്നു. സോ 5 ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, 5 ഇപ്പോൾ അവൈലബിൾ ആണ്. നോക്കൂ, 5 അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ P0ന് കൊടുത്തൂടെ? P0ന് ഇനി 5 കൂടെ മതിയാകും. സോ വി വിൽ ഗീവ് ടു വിച്ച് പ്രോസസ്? P0യ്ക്ക് കൊടുക്കും. P0യ്ക്ക് കൊടുക്കുമ്പോൾ 5 നമ്മളതെടുത്ത് ഇതിന് കൊടുക്കുമ്പോൾ 5+5 കിട്ടി. അതിൻ്റെ മാക്സിമം നീഡായി ഫുൾ എക്സിക്യൂട്ട് ചെയ്യും, കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഫുൾ അത് റിലീസ് ചെയ്തു. 5+5 10ഉം റിലീസ് ചെയ്തു. 10 റിലീസ് ചെയ്തു. ഇനി P2ന് ഇനി എത്ര കൂടെ വേണം? 7 കൂടെ വേണം. അപ്പോൾ അതിൽ നിന്ന് 10ൽ നിന്ന് 7 കൂടെ എടുത്ത് P2ന് കൊടുക്കുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ ഇവിടെ ഒരു ഡെഡ് ലോക്ക് ഒക്കർ ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഇങ്ങനെ സേഫായിട്ട് ഈ ഒരു സീക്വൻസ്, അതായത് P1, P0, P2 എന്നുള്ളതാണ് ഇവിടുത്തെ സീക്വൻസ്, സേഫ് സീക്വൻസ്. T1th സെക്കൻഡിൽ നമുക്ക് കൊടുക്കാവുന്ന സേഫ് സീക്വൻസാണ് P1, P0, P2. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ എഴുതി നോക്കണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, എനിക്ക് PPTയിൽ കാണിക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ എഴുതി നോക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഇനി നിങ്ങൾ സീക്വൻസ് മാറ്റിയും ശ്രമിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അൺസേഫ് സ്റ്റേറ്റിലേക്ക് പോകുന്നത് മനസ്സിലാകും. ഓക്കെ, ഇന്ന് ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ
അടുത്ത അൽഗോരിതം ഇത് ഡെഡ് ലോക്ക് അവോയ്ഡൻസിന് വേണ്ടിയുള്ള 2 അൽഗോരിതമാണ് ഇനിയുള്ളത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 അൽഗോരിതംസ് ആണ്. റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അൽഗോരിതവും ബാങ്കേഴ്സ് അൽഗോരിതവും. ഓക്കെ, സോ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് നമ്മൾ സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് എ റിസോഴ്സ് ടൈപ്പ്, ഓക്കെ, ഒരു റിസോഴ്സ് ടൈപ്പിന് ഒരു സിംഗിൾ ഇൻസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് റിസോഴ്സുകളെയാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ദാറ്റ് ടൈപ്പ് ഓഫ് അൽഗോരിതം വഴി. ഇനി ഒരു റിസോഴ്സ് ടൈപ്പിൽ തന്നെ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് ബാങ്കേഴ്സ് അൽഗോരിതം. ഓക്കെ, സോ ഈ 2 അൽഗോരിതവും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.